കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ 4 പേർ മരിച്ചത് പുക ശ്വസിച്ചല്ല എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ വിദഗ്ധ സംഘം അന്വേഷണം നടത്തും. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാകും മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിക്കകത്തെ തകരാറോ ആകാം അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ തീപിടുത്തത്തിനിടെ മരിച്ച 5 പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. 3 പേരുടെ മരണം ഹൃദയാഘാതം കാരണമാണ്. വയനാട് സ്വദേശിയുടെ മരണവും പുക ശ്വസിച്ചല്ല. ഇതര സംസ്ഥാനക്കാരിയായ യുവതി നേരത്തെ മരിച്ചതാണ്. ബന്ധുക്കൾ എത്താത്തതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. പൊട്ടിത്തെറി നടന്ന UPS മുറിയിൽ PWD വിഭാഗം പരിശോധന നടത്തി. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. 5 മരണങ്ങളാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. സ്വകാര്യ ആശുപത്രികളിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് സംബന്ധിച്ച തീരുമാനം ഡോക്ടർമാരടങ്ങിയ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇക്കാര്യം സർക്കാർ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്തിരുന്നു. ആരോഗ്യമന്ത്രികളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് ഇടപെടുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എങ്ങനെ ഇടപെടാമെന്നുള്ളത് പരിശോധിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, മെഡിക്കൽ കോളേജ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അറിയിച്ചിരുന്നു. 24 കോഴിക്കോട്.